നമസ്കാരം. ഗാനസാധനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം ജണ്ടവരിശയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജണ്ടവരിശ എന്ന് പറഞ്ഞാൽ ഒരു സ്വരം തന്നെ 2 പ്രാവശ്യം വായിക്കുന്നത്. അപ്പം നമ്മുടെ ഫിംഗറിങ് നന്നായിട്ടാവും. ആ ജണ്ടവരിശ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് വായിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ജണ്ടവരിശ പഠിക്കുന്നതിലൂടെ. നമുക്കിന്ന് ജണ്ടവരിശയുടെ 3ാമത്തെ പാഠമാണ്. ജണ്ടവരിശയിൽ 3ാമത്തെ ലെസൺ. അപ്പോൾ അതിൻ്റെ 3ാമത്തെ ഭാഗം മയമളവ് ഗൗള രാഗത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് വേറെ രാഗങ്ങളിലും വായിച്ച് പഠിക്കണം. അപ്പോൾ അതെങ്ങനെ വേറെ രാഗങ്ങളിൽ വായിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ രാഗം തന്നെ മാറും. വേറെ രാഗത്തിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ കീയൊക്കെ മാറും. അപ്പം അത് ഇപ്പം നിങ്ങൾ ഈ മയമളകുള്ള രാഗത്തിൽ തന്നെ ഇത് വായിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് ഒരു ഫിംഗറിങ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേറെ രാഗത്തിലേക്ക് മാറ്റിത്തരാം. മയമള അല്ല ജണ്ടവരിശയുടെ ആരോഹണവരോട് നമുക്കൊന്ന് വായിക്കാം. സ സരി രി ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. ഇതാണ് ജണ്ടവരിശയുടെ ആരോഹണം അവരോഹണം. ഇങ്ങനെ നിങ്ങൾ വായിക്കണം കേട്ടോ. സ സ രി രി സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ ധ ധ നി നി ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ ധ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. ഇങ്ങനെയൊക്കെ നമുക്ക് വായിച്ച് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുതിയത് പഠിക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം. സ സ രി രി ഗ ഗ രി രി. ഈ ഗാധാരം കഴിച്ച് പിന്നെ തിരിച്ച് ഋഷഭത്തിലേക്ക് വരിക. സ സ രി രി ഗ ഗ രി രി. അപ്പോൾ സ സ രി രി ഗ ഗ രി രി. അപ്പോൾ നമുക്ക് ഇത് പാടിക്കൊണ്ട് തന്നെ വായിക്കണം കേട്ടോ. പാടിക്കൊണ്ട് വായിച്ചത് മാത്രമേ നമുക്ക് ഈ സ്വരങ്ങളുടെ സ്ഥാനവും നമുക്ക് ഈ കട്ടകളുമൊക്കെ നമുക്ക് വിരലിനും ബാലൻസ് ആവുള്ളൂ. നമുക്ക് ആ മെമ്മറി ആവുള്ളൂ നമുക്ക് കേട്ടോ. സ സ രി രി ഗ ഗ രി രി. സ സ രി രി ഗ ഗ മ മ. ഇത് വായിച്ചിട്ട് പിന്നെ സ സ രി രി ഗ ഗ മ മ. ഒന്നര നമുക്ക് വായിക്കാം. സ സ രി രി ഗ ഗ രി രി. സ സ രി രി ഗ ഗ മ മ. അടുത്ത നമുക്ക് നോക്കാം. രി രി ഗ ഗ മ മ ഗ ഗ. കേട്ടോ. രി രി ഗ ഗ മ മ ഗ ഗ. അത് കഴിഞ്ഞ് രി രി ഗ ഗ മ മ പ പ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 2 പഠിച്ചു. അപ്പോൾ 2 നമുക്കൊന്ന് കൂട്ടി വായിച്ച് നോക്കാം. സ സ രി രി ഗ ഗ രി രി. സ സ രി രി ഗ ഗ മ മ. രി രി ഗ ഗ മ മ ഗ ഗ. രി രി ഗ ഗ മ മ പ പ. അടുത്ത നമുക്ക് ഗാന്ധാരത്തിൽ തുടങ്ങാം. ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ. ഗാന്ധാരത്തിന് നോക്കി. ഗ ഗ മ മ പ പ മ മ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. ഗ ഗ മ മ പ പ മ മ. ഇങ്ങനെ വെക്കാം. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ വെക്കണ്ട. കാരണം ഇങ്ങനെ നമ്മളിപ്പോൾ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമുക്ക് തുടരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഫിംഗറിങ്ങിന് നല്ല ഒരു ഓരോ പൊസിഷൻ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ. ഓക്കെ. അടുത്തത് മ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നി നി. അടുത്തത് പ പ ധ ധ നി നി ധ ധ പ പ ധ ധ നി നി സ സ.
ഉണ്ടോ പഞ്ചമത്തിൽ പ പ ദ ദ നീ നീ ദ ദ പ പ ദ ദ നീ നീ സ സ. അപ്പോൾ നമുക്കിത് ഒന്ന് ഓർഡറായിട്ടൊന്ന് വായിച്ച് നോക്കാം. സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ പ പ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ ദ ദ പ പ ദ ദ നീ നീ സ സ. ഇത്രയും മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇതൊന്ന് നിങ്ങൾക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ സ സ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം പതുക്കെ. സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ. കേട്ടോ, ഇതുപോലുള്ള പല സ്പീഡിൽ വായിച്ചു നോക്കാം. രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ. കേട്ടോ, ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ദ ദ മ മ അല്ലെങ്കിൽ മ മ പ പ ദ ദ പ പ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ ദ ദ പ പ ദ ദ നീ നീ സ സ. ഇങ്ങനെ പല സ്പീഡിൽ. അപ്പോൾ ഇത് നമ്മൾ താളം നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിംഗറിങ് വരുത്തുക എന്നുള്ള ഫിംഗറിങ്ങും പിന്നെ ഇതിൻ്റെ ടോൺ നമുക്ക് മെമ്മറി ആകുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആവശ്യം. അതുകൊണ്ട് താളത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കണ്ട. അപ്പം സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ പ പ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ ധ ദ പ പ ദ ദ നീ നീ സ സ. ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി സ്പീഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫിംഗർ എങ്ങനെ സ്പീഡ് വരുന്നോ അതനുസരിച്ചൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷൻ അതിൻ്റെ അവരോഹണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം. അതുവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.